നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരിക്കൽ കൂടി ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും സത്സംഗത്തിലൂടെ ഒന്നിച്ചു ചേരാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. ഹരി കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യം നാരായണീയ ദിനമായിട്ട് നമ്മൾ ഏത് ദിവസമാണ് ആഘോഷിക്കാറ് എന്നുള്ളതാണ്. വൃശ്ചിക മാസം 28-ാം തീയതിയാണ് നമ്മൾ നാരായണീയ ദിനം ആഘോഷിക്കാറുള്ളത് കേട്ടോ. വൃശ്ചിക മാസത്തിലെ 28-ാമത്തെ തീയതി അന്നാണ് നമ്മൾ നാരായണീയ ദിനമായിട്ട് ആഘോഷിക്കാറുള്ളത്. നാരായണീയ പാരായണം ചെയ്യാൻ അറിയുന്ന എല്ലാ ഭക്തജനങ്ങളും അന്ന് നാരായണീയ സമ്പൂർണം കൊണ്ട് ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിച്ചോളൂ. അതിന് ഗുരുവായൂരപ്പൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യവും കഥയും നോക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അമൃത എന്ന ഭക്തയാണ്. കുട്ടികളുടെ ബാലാരിഷ്ടത മാറാനായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കുട്ടികളുടെ ബാലാരിഷ്ടത മാറാനായിട്ട് കുന്നിക്കുരു കൊണ്ടോ മഞ്ചാടി കൊണ്ടോ ഒക്കെ തുലാഭാരം തൂക്കാറുണ്ട്. അല്ലെങ്കിൽ കുന്നിക്കുരുവോ മഞ്ചാടിക്കുരുവോ ഒക്കെ ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ വെണ്ണ ഷീട്ടാക്കിയാലും മതി എന്ന് പറയാറുണ്ട്. അടിപ്രദക്ഷിണം വെക്കുന്നതും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്മമാർക്ക് പല പ്രാർത്ഥനകളാണല്ലേ. ബാലാരിഷ്ടത മാറുക എന്നുള്ളത് ഓരോ അമ്മമാരുടെയും പ്രാർത്ഥനയിൽ പെടും തോന്നുന്നു. എനിക്ക് തോന്നണേ എല്ലാ അമ്മമാർക്കും ഒരു കുട്ടിയെങ്കിലും ബാലാരിഷ്ടതയുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ കുട്ടികളെ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു വഴിപാടുകളും നേരുന്നത് അമ്മമാരുടെ ഒരു സ്വഭാവമാണെന്ന് തോന്നുന്നു. എന്തായാലും കുന്നിക്കുരു കൊണ്ട് തുലാഭാരം തൂക്കാം. അതല്ലെങ്കിൽ ബാലരക്ഷാമന്ത്രം ചൊല്ലി നമസ്കരിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ പറയാറുള്ള മംഗളസ്തോത്ര രത്നാവലി എന്ന പുസ്തകത്തിലെ ബാലരക്ഷാമന്ത്രം ഉണ്ട്. അത് ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അറിയുമെന്ന് വിചാരിക്കുന്നു. റെഫർ ചെയ്തോളൂ കേട്ടോ. അടുത്തതായിട്ട് പ്രീത സതീഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. അസ്മിൻ പരാത്മൻ എന്ന് തുടങ്ങുന്ന നാരായണീയത്തിലെ 8ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം 45 ദിവസം ചൊല്ലുന്നത് രോഗശാന്തിക്ക് വളരെ നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട്. 45 ദിവസം കണ്ടിന്യൂസ് കിട്ടില്ലല്ലോ. സ്ത്രീകളായതുകൊണ്ട് പീരീഡ്സ് ഇടയ്ക്ക് വരില്ലേ, അപ്പോൾ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. കണ്ടിന്യൂസ്ലി ചെല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല. പീരീഡ് സമയത്ത് ചൊല്ലാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതല്ലാത്ത ദിവസങ്ങളിൽ ചൊല്ലുക. ഏത് ദിവസമാണോ ശുദ്ധമാവുന്നത് അവിടെ നിന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് മാത്രമല്ല കേട്ടോ, നാരായണീയത്തിലെ 8ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകത്തിന് ഇത്തിരി അധികം പ്രത്യേകത ഉണ്ടെന്ന് ആചാര്യന്മാരെ അനുസ്മരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ജീവിതകാലം മുഴുവൻ ചൊല്ലാവുന്നതാണ് കേട്ടോ. ഒരു 45 ദിവസം എന്നൊരു കണക്കൊന്നും വെക്കാനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്തതായിട്ട് സന്താന ഗോപാല മന്ത്രത്തെ കുറിച്ചൊന്ന് പറയാമോ സവിത എന്നാണ് സുനിൽ കൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിരിക്കുന്നത്. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപതി ദേഹിമേ തനയം കൃഷ്ണത്വാമഹം ശരണം ഗത എന്നതാണ് സന്താന ഗോപാല മന്ത്രം വരുന്നത്. ഈ സന്താന ഗോപാല മന്ത്രം സാധാരണയായിട്ട് സന്താന ലബ്ധിക്കായിട്ടാണ് പൂർവികർ ഉപദേശിച്ചു കൊടുക്കാറുള്ളത്. അതായത് വിവാഹം കഴിഞ്ഞ ദമ്പതിമാരാണെങ്കിൽ ഈ ഒരു മന്ത്രം കൊണ്ട് ഉപാസന ചെയ്താൽ സൽബുദ്ധിയുള്ള പുത്രനോ പുത്രിയോ ഉണ്ടാകും എന്നാണ് പറയാറുള്ളത്. അതുമാത്രമല്ല, ഗർഭിണികളായ സ്ത്രീകൾ ദിവസേന ഇത് ചൊല്ലുന്നത് ആ ഗർഭസ്ഥ ശിശുവിൻ്റെ സദ്ബുദ്ധിക്കും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ നല്ലതാണ് എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മന്ത്രം. ഒന്നുകൂടെ ചൊല്ലാം. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപതി ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത എന്ന് ഈ മന്ത്രം കൊണ്ട് എല്ലാവരും ഉപാസിച്ചോളൂ ഗുരുവായൂരപ്പനെ. അടുത്തതായിട്ട് ജയമോഹൻ എന്ന ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത്. സവിതയുടെ കഥ പറച്ചിൽ തോട്ടം ശ്യാം നമ്പൂതിരി പറയുന്നത് പോലെയുണ്ടെന്ന്. തീർച്ചയായിട്ടും വരുമല്ലോ. തോട്ടം ശ്യാം നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ അച്ഛനായ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയുടെ സപ്താഹ വേദിയിൽ നിന്നാണ് ഞാൻ കുറച്ചൊക്കെ കഥ പറയാൻ പഠിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഞാൻ ആചാര്യൻ എന്ന് അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകളെല്ലാം തന്നെ വാക്കുകളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയണേ. എൻ്റെ എല്ലാ വാക്കുകളും തോട്ടം പറയാറുള്ള അതേ വാക്കുകൾ തന്നെയാണ്, അതേ ശൈലികൾ തന്നെയാണ്. എനിക്ക് അദ്ദേഹം പറഞ്ഞത് മാത്രമേ പറയാനറിയുള്ളൂ. വേറൊന്നും എക്സ്ട്രാസ് ആഡ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ
ശ്യാമേട്ടൻ പറയുന്ന രീതിയും എനിക്ക് കുറച്ചൊക്കെ വരാണ്ടിരിക്കില്ല. അച്ഛൻ പറയണ പോലെ തന്നെയാവും മകനും പറയണ്ടാവുക അല്ലേ. പക്ഷെ ശ്യാമേട്ടൻ പറയുമ്പോൾ കുറച്ച് അധികം കൂടി പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ശ്യാമേട്ടൻ്റെ ഇൻഫ്ലുവൻസിനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അതേ വാക്കുകൾ എന്ന് തന്നെയാണ് പറയേണ്ടത്. ശ്യാമേട്ടൻ അച്ഛൻ പറഞ്ഞതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുമാണ് പറയാറുള്ളത്. അപ്പോൾ സപ്താഹങ്ങൾ കേൾക്കാൻ സാധിച്ചതിൻ്റെ ഒരു വെളിച്ചത്തിൽ മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വരും അവരുടെ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ അതേ വേർഡ്സ് എനിക്ക് വരാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് വനജ വിജയൻ എന്ന ഒരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. വീട്ടിൽ പൊട്ടിയ കൃഷ്ണ വിഗ്രഹമുണ്ട്, കൈവിരലാണ് പൊട്ടിയിരിക്കുന്നത്, അത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നു. എങ്ങനെയാണ് നമ്മുടെ സങ്കടങ്ങളെല്ലാം പറയുന്ന കൃഷ്ണ വിഗ്രഹം കളയുക എന്നാണ് ചേച്ചിയുടെ ചോദ്യം കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നല്ലോണം ബുദ്ധിമുട്ടുണ്ടാവും അത്. നമ്മുടെ വീട്ടിൽ അനേകം വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വിഗ്രഹത്തിനോട് കുറച്ച് അധികം ഇഷ്ടമുണ്ടാവും നമുക്ക് എല്ലാവർക്കും അല്ലേ. നമ്മൾ സങ്കടങ്ങൾ പറയാനാണെങ്കിലും സന്തോഷം പറയാനാണെങ്കിലും വർത്തമാനം പറയാനാണെങ്കിലും ഒക്കെ ആ ഒരു വിഗ്രഹത്തിനെ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നാറുണ്ട്. ആ വിഗ്രഹത്തിനൊരു കേടുപാട് സംഭവിച്ചാൽ, ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ, കേടുപാട് സംഭവിച്ചിട്ടുള്ള വിഗ്രഹങ്ങളൊന്നും തന്നെ വീട്ടിൽ വെക്കാൻ പാടില്ല, ഒഴുക്കുള്ള ജലത്തിൽ ഒഴുക്കി കളയണം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നാൽ ഞാൻ ചേച്ചിയോട് പറയണത്, ഇവിടെ ഞാൻ സംസാരിക്കുന്നത് എല്ലാം ഗുരുവായൂരപ്പൻ പറയിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നാറ് കേട്ടോ. ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇതിനിപ്പോൾ എന്താ മറുപടി പറയേണ്ടത്, ഒഴുക്കണം എന്ന് നിർബന്ധമാണോ പറയേണ്ടത്, എനിക്കറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മനുവേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മനുവേട്ടൻ പറഞ്ഞു എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ്, അങ്ങനെ ഒഴുക്കി കളയണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞാലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആദ്യം വന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ആലോചിച്ചു, ഈശ്വര അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാകുമെന്ന്. അപ്പം എൻ്റെ ഉള്ളിൽ ഏറ്റവും ആദ്യം വന്നത് എന്താണെന്നറിയോ, നാലമ്പലത്തിനകത്തുള്ള ദശാവതാര തൂണുകളെ കുറിച്ചൊക്കെ ഞാൻ പറയാറില്ലേ നിങ്ങളോട്. ആ തൂണുകളിൽ ഒരു കാളിയമർദ്ദന കൃഷ്ണനുണ്ട് എന്ന് പറയാറില്ലേ. ആ കാളിയമർദ്ദന കൃഷ്ണൻ്റെ കാൽവിരലുകൾ പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കാൽവിരലുകൾ നഷ്ടപ്പെട്ട രീതിയിലാണ് ആ കൃഷ്ണ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കുക. ഗുരുവായൂർ അമ്പലത്തിൽ അനേകം മാറ്റങ്ങൾ വരുത്താറുണ്ടല്ലേ. അപ്പം പിന്നെ ആ പൊട്ടിയ വിരലുകളോട് കൂടിയിട്ടുള്ള വിഗ്രഹം അവിടെ വെക്കേണ്ടതുണ്ടോ, ഉണ്ടായിരുന്നോ? അതൊന്ന് മാറ്റാൻ ദേവസ്വം അധികൃതർക്ക് വിചാരിച്ചാൽ സാധിക്കില്ലേ. എന്നിട്ടും എന്തുകൊണ്ടാണ് അതിൽ മാറ്റമൊന്നും വരാഞ്ഞത്? അത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ നിശ്ചയമാണെന്നേ. അതേമാതിരിയാണ് ചേച്ചിക്ക് അത്ര അറ്റാച്ച്മെൻ്റ് ഉള്ള ആ ഒരു വിഗ്രഹം എവിടെയും ഒഴുക്കി കളയണ്ട. പറ്റുമെങ്കിൽ അത് നേരെയാക്കാൻ നോക്കൂ. നേരെയാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഉണ്ണികൃഷ്ണനോട് തന്നെ പറയൂ, ഉണ്ണികൃഷ്ണ എനിക്ക് വിഗ്രഹം കളഞ്ഞിട്ടൊരു പരിപാടിയില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നാൽ നാമം ജപിക്കണേന്ന്. അതുകൊണ്ട് ഒരു ദോഷവും വരില്ല കേട്ടോ. ഇതാണ് പറയാൻ ഗുരുവായൂരപ്പൻ എന്നെ ഏൽപ്പിച്ച കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ചേച്ചിയുടെ ഇഷ്ടം. അടുത്തതായിട്ട് പ്രസന്ന ലോഹി എന്ന ഒരു ഭക്തയും അതേപോലെ ശ്രുതി രാഗേഷ് എന്ന ഒരു ഭക്തയും, രണ്ടുപേരും ചോദിച്ചിരിക്കുന്നത് നാരായണ കവചം എല്ലാവർക്കും ചൊല്ലാൻ സാധിക്കുമോ എന്നാണ്. നാരായണ കവചം ഗുരുമുഖത്ത് നിന്ന് പഠിക്കാതെ ചൊല്ലരുത് എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്നാണ് പ്രസന്ന ലോഹിയുടെ ചോദ്യം. എല്ലാവർക്കും ചൊല്ലാൻ സാധിക്കുമോ എന്നാണ് ശ്രുതി രാഗേഷിൻ്റെ ചോദ്യം. എല്ലാവർക്കും ചൊല്ലാം. നാരായണ കവചം എന്ന് പറയുന്നത് ഭാഗവതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഭാഗവതം, നാരായണീയം ഇതൊക്കെ ഗുരു ഉപദേശത്തോടു കൂടി തുടങ്ങണം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല വിചാരിക്കുക, ഗുരു ഉപദേശം കിട്ടാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത സമയമാണ് ഇതെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട. അഖില ഗുരുവായ ഗുരുവായൂരപ്പനെ നമ്മുടെ ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് നമസ്കരിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് ചൊല്ലിക്കോളൂ എന്നാണ് എൻ്റെ അനുഭവം വെച്ച് എനിക്ക് പറയാൻ സാധിക്കുക കേട്ടോ. അപ്പം നാരായണ കവചം എന്തിനു വേണ്ടിയിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ സർവവിധ എല്ലാത്തിൽ നിന്നും നമുക്കൊരു രക്ഷ നേടാനായിട്ടാണ്, പ്രൊട്ടക്ഷൻ. നാരായണ കവചം ചൊല്ലുന്നതിലൂടെ നമുക്ക് ചുറ്റും ഒരു കവചം തന്നെ തീർക്കപ്പെടും എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എല്ലാത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടി, വിജയത്തിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ നാരായണ കവചം ചൊല്ലാറുള്ളത് കേട്ടോ. ദേവന്മാർക്ക് വിജയം കൈവരിക്കാൻ വേണ്ടി ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് എന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വിജയം കൈവരിക്കാൻ നാരായണ കവചം ചൊല്ലിയാൽ മതി എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അടുത്തതായിട്ട് അതുൽ പി നാഥിൻ്റെ ചോദ്യമാണ്, ഭഗവാന്റെ വീട് ക്ഷേത്രമാണെങ്കിൽ നമ്മൾ ഭഗവാനെ കാണാൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വേണ്ടി പോകാൻ, അങ്ങനെയാണോ എന്നാണ് അതുൽ പി നാഥിൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം
നമ്മളൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളും പ്രിയപ്പെട്ടവരല്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ കാണാൻ വരുമ്പോൾ അവർ വളരെ മുഷിഞ്ഞ വസ്ത്രത്തോട് കൂടിയിട്ടും അലക്ഷ്യഭാവത്തോടു കൂടിയും വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നുന്നത് എന്താ ഇങ്ങനെ വരണേ, കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് മേക്കപ്പ് ചെയ്തുകൂടെ, കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തുകൂടെ, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കില്ലേ? നിനക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, എന്താ പ്രയാസം, എന്തിനാ ഇങ്ങനെ നടക്കണേ, ആളുകൾ നാലാളുകൾ കാണുന്നതല്ലേ, ശ്രദ്ധിക്കുന്നതല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? ഇതേപോലെ ഉണ്ണികൃഷ്ണന് എത്രത്തോളം അലങ്കാരപ്രിയനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് ആചാര്യന്മാർ എടുത്തെടുത്തെടുത്ത് അനുസ്മരിക്കാറുണ്ട് അല്ലേ? എത്ര തന്നെ ഒരുങ്ങിയാലും മതിയാവാത്ത ഉണ്ണികൃഷ്ണന്റെ മുമ്പിൽ നമ്മളിങ്ങനെ കീറി പറഞ്ഞ ഡ്രസ്സോ അല്ലെങ്കിൽ മുടിയൊന്നും ചുരുക്കി ഒതുക്കി വെക്കാതെ ഭംഗിയില്ലാതെ കണ്ണെഴുതാതെ പൊട്ടു തൊടാതെയൊക്കെ പോയാൽ ഉണ്ണികൃഷ്ണന് അത്ര ഇഷ്ടാവുന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നല്ലോണം ഒരുങ്ങി പുറപ്പെട്ട് നല്ല സുന്ദരിയായിട്ട് അല്ലെങ്കിൽ സുന്ദരനായിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെല്ലുന്നത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അലങ്കാരപ്രിയനായിട്ടുള്ള നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇഷ്ടാവുക എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തതായിട്ട് അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഇനി എൻ്റെ ചോദ്യവും കഥയും. അപ്പൊ ഇന്നത്തെ എൻ്റെ ചോദ്യം ഇതാണ്: പഞ്ചപാണ്ഡവരുടെ പേര് പറയുക. വളരെ സിമ്പിളായി പോയില്ലേ ചോദ്യം. ഞാനൊരു പാണ്ഡവരുടെ കഥയാണ് പറയാൻ പോകുന്നത്, അതുകൊണ്ടാണ് ആ ചോദ്യത്തിലേക്ക് വന്നത് കേട്ടോ. എല്ലാവർക്കും ഉത്തരം അറിയാം. അറിയുന്നവർ കമൻറ്റ് ചെയ്യാനൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഒരിക്കൽ ഭാരതയുദ്ധത്തിനൊക്കെ ശേഷം ഹസ്തിനപുരത്തിൽ ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെന്ന സമയത്ത് ഭീമസേനൻ വളരെ നേരം വൈകി എഴുന്നേറ്റ് വരുന്നത് കണ്ടു. അപ്പോൾ കൃഷ്ണൻ ഒരു കുശലാന്വേഷണം എന്ന രീതിയിൽ ചോദിച്ചു, അങ്ങ് ഇപ്പോഴാണല്ലേ എഴുന്നേറ്റ് വരുന്നതെന്ന്. അപ്പോൾ യുധിഷ്ഠിരൻ അത് ഏറ്റുപിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ ചെയ്യുക, അല്ലെങ്കിലും ഭീമസേനൻ അങ്ങനെ തന്നെയാണ്, വളരെ നേരം വൈകിട്ട് മാത്രമേ എഴുന്നേൽക്കാറുള്ളൂ. ആഹാരം കഴിക്കുന്ന കാര്യത്തിലും ഉറക്കത്തിൻ്റെ കാര്യത്തിലും ഭീമസേനനെ വെല്ലാൻ ആരാലും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹാസ രൂപേണ അവരെല്ലാവരും കൂടി ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ഭീമസേനൻ ഇതൊന്നും കാര്യമാക്കാതെ അദ്ദേഹത്തിൻ്റെ കുളിയും തേവാരവും ഒക്കെ നടത്താനായിട്ട് പോയി. കുളി കഴിഞ്ഞുള്ള ഭഗവാനോടുള്ള ജപമൊക്കെ നടത്താൻ അദ്ദേഹം പോയി അതേ സ്പീഡിൽ തന്നെ അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. വളരെയധികം സമയമൊന്നും അദ്ദേഹത്തിന് പ്രാർത്ഥനയ്ക്കൊന്നും എടുത്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് കുളിയും കഴിഞ്ഞു, തേവാരവും കഴിഞ്ഞു, ഭസ്മമൊക്കെ വാരി പൂശിയ പോലെ ഇട്ടുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നതും കണ്ടു. അപ്പോഴും ഇതുപോലെ തന്നെ യുധിഷ്ഠിരൻ പറഞ്ഞു, കണ്ടില്ലേ, അനേകം നേരം മണിക്കൂറുകളോളം ജപിക്കാനുള്ള ആ മന്ത്രോപദേശമൊക്കെ കിട്ടിയവനാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഇത്രയൊക്കെ തന്നെ എല്ലാ ദിവസങ്ങളിലും പതിവുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഒന്ന് നന്നായിട്ട് യുധിഷ്ഠിരനെ നോക്കി ചിരിച്ച് തലയാട്ടി കേട്ടോ. അതിനുശേഷം ഇവരെല്ലാവരും കൂടി എപ്പോഴും കൃഷ്ണൻ്റെ കസിൻസാണ് ഇവർ പഞ്ചപാണ്ഡവരെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. ഇവർ എപ്പോഴും ഹസ്തിനപുരത്ത് എത്തിയാൽ ഒരു ഈവനിങ് വാക്കൊക്കെ പതിവുള്ളതാണ്. മിക്കവാറും കൃഷ്ണനും അർജുനനും ആയിരിക്കും. ഇടയ്ക്കൊക്കെ യുധിഷ്ഠിരനോടൊപ്പവും ഭഗവാൻ ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അനേകം വിഷ്ണു പാർഷ്യതന്മാരും അതുപോലെ തന്നെ ശൈവ പാർഷ്യതന്മാരും നിറയെ പൂക്കൾ കൊണ്ടുപോകുന്നത് കണ്ടു. ഇതിങ്ങനെ അവർ പൂക്കൾ കൂടക്കണക്കിന് കുട്ടക്കണക്കിന് പൂക്കൾ എടുത്തു കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഭഗവത് പാർഷ്യതന്മാരാണ്, അതുപോലെ ഞങ്ങൾ കൈലാസത്തിൽ നിന്ന് വരുന്നവരാണ്, വൈകുണ്ഠലോകത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഈ പൂക്കളൊക്കെ എന്തിനാണ് കൊണ്ടുപോകുന്നത്, ഇതൊക്കെ വിഷ്ണു ഭഗവാന് സമർപ്പിച്ചതാണ് പാണ്ഡവര് എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ 4 പേര് സമർപ്പിച്ച പൂക്കൾ എന്ന് പറഞ്ഞ് കാണിച്ചതൊക്കെ ഓരോ കുട്ടപ്പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. യുധിഷ്ഠിരൻ അഭിമാനപൂർവ്വം അതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് വലിയ, ഇവർക്കൊന്നും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്ര വലിയ കുട്ടയിൽ പൂക്കൾ ഇങ്ങനെ വീണ്ടും 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 കൊണ്ടുപോകുന്നത്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അപ്പോൾ അത് ഏത് പൂക്കളാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് പാണ്ഡവരിൽ ഭീമസേനൻ സമർപ്പിച്ച പൂവാണ് ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് ഒട്ടും മനസ്സിലായില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ രാവിലെ വളരെ നേരം വൈകി എഴുന്നേറ്റ് വരുന്നു, 5 മിനിറ്റ് കൊണ്ട് എല്ലാ ജപവും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നു, പൂക്കൾ ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിരളമായിട്ട് മാത്രം ചെയ്യുന്നു, പിന്നെ എങ്ങനെയാ ഇങ്ങനെ കൊട്ടക്കണക്കിന് പൂക്കൾ കൊണ്ടുപോകാനുണ്ടായത് എന്ന് ആകെ ഒരു സംശയത്തോടു കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ നോക്കിയ സമയത്ത് ഭഗവാൻ പറഞ്ഞു, നമുക്ക് യുധിഷ്ഠിരനോട് തന്നെ ചോദിക്കാമല്ലോ, എന്തിനാ വേറൊരാളോട് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ചെന്ന്
ഭീമസേനനോട് ചോദിച്ചു, അങ്ങ് പറയൂ, എങ്ങനെയാണ് അങ്ങ് ഇങ്ങനെ ഇത്രയും പൂക്കൾ, ഞങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു, എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല. കാരണം ഞങ്ങൾ വനവാസ കാലത്തിൽ, അധികവും പാണ്ഡവരെ വനവാസത്തിലായിരുന്നു അല്ലെ. ഈ വനവാസ കാലത്ത് മുഴുവൻ അമ്മയും സഹോദരന്മാരും, അല്ലെങ്കിൽ പാഞ്ചാലി ദ്രൗപദിയും സഹോദരന്മാരും ഒക്കെ ഉറങ്ങുന്നത് വരെയും, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം മുഴുവനും അവർക്ക് വേണ്ട വന്യ ജീവികളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നോ മറ്റ് ദുഷ്ടശക്തികളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നൊക്കെ അവരെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ് എന്ന് കരുതി ഉറക്കം എനിക്ക് പതിവില്ല. അപ്പോൾ വളരെ വളരെ നേരം വൈകിയാണ്, ഏകദേശം ജ്യേഷ്ഠൻ എഴുന്നേൽക്കാൻ സമയമാകുമ്പോഴാണ് ഞാൻ കിടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ശീലം ഇപ്പോഴും എനിക്ക് അതുപോലെ തന്നെ ഉണ്ട്. ഇതേമാതിരി തന്നെ അപ്പോൾ അങ്ങ് എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കുന്നത് എന്ന് അറിയാൻ ആകാംക്ഷാപൂർവം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ലോകത്തുള്ള എല്ലാ പൂക്കളും എൻ്റെ ഇഷ്ടദേവന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പൂവ് അർപ്പിക്കാറുള്ളത്. ആ ലോകത്തുള്ള സകല പൂക്കളും, നല്ല പൂക്കളെല്ലാം, ഇന്ന ചില ദിവസങ്ങളിൽ പൂക്കളുടെ പേരും പറഞ്ഞ് ഇന്ന പൂക്കളെല്ലാം ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മഹാവിഷ്ണുവിനെ ധ്യാനിക്കാറുണ്ട്. ചില കൂവളത്തിൻ്റെ ഇല പോലുള്ള പൂക്കളെല്ലാം മഹാദേവനിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സാൽ എല്ലാ പൂക്കളും ഈശ്വരനിൽ സമർപ്പിക്കുകയാണ് പതിവ് എന്ന് പറഞ്ഞു. ഈ മനസ്സാൽ അർപ്പിച്ച പൂവാണ് പാർശ്വതന്മാരാൽ അങ്ങേ ലോകത്തേക്ക് കൊണ്ടുപോകപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഈ മനസ്സിന് തന്നെയാണ് പ്രാധാന്യം അല്ലെ. മനസ്സിരുത്തി അല്ലെങ്കിൽ മനസ്സർപ്പിച്ച് നമ്മൾ എന്ത് ചെയ്താലും ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് ഇതിൽ പരം തെളിവ് വേറെ വേണ്ട അല്ലേ. ഇതിനുശേഷം ഒരിക്കലും യുധിഷ്ഠിരന് ഭീമസേനൻ ചെറുതായി തോന്നിയിട്ടേ ഇല്ല എന്നും കൂടി അനുസ്മരിക്കാറുണ്ട് ആചാര്യന്മാർ. അപ്പൊ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.